മലയാളികളോട് പ്രത്യേകിച്ച് ശിക്കാരി ശംഭുവിൻ്റെ കഥ പറയേണ്ട കാര്യമില്ല. ശിക്കാരി ശംഭുവിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് അതേക്കുറിച്ച് പറഞ്ഞ് കേട്ട അറിവെങ്കിലും ഉണ്ടാകും. അതേപോലെ തന്നെയാണ് പുലിമുരുകൻ സിനിമ. എല്ലാവരും കണ്ടവരാണ്. മോഹൻലാൽ നായകനായി വന്ന സിനിമ. പുലിമുരുകൻ സിനിമ കണ്ടവരാണ്. എന്തുകൊണ്ടാണ് പുലിമുരുകനെയും ശിക്കാരി ശംഭുവിനെയും ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടാകും. സംശയമേ വേണ്ട. നിലമ്പൂർ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എടുത്ത തീരുമാനം ഒന്നുകിൽ ചെന്നെത്തിയത് ശിക്കാരി ശംഭുവിൻ്റെ കഥയിലേക്കാണ്, അതല്ലെങ്കിൽ പുലിമുരുകൻ്റെ കഥയിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? പി.വി. അൻവർ നിർണായകമായി മാറി നിലമ്പൂരിൽ. സംശയം വേണ്ട. 20,000 വോട്ട്. ആ 20,000 വോട്ട് ആരെയാണ് തോൽപ്പിച്ചത്? അത് എം സ്വരാജിനെയാണ്. ഈ 20,000 വോട്ടിൽ ഏകദേശം 60% വോട്ടും CPIM വോട്ടാണ്, ഇടതുമുന്നണിയുടെ വോട്ടാണ്. ഒരു സംശയവും വേണ്ട. 40% എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തോടൊപ്പം എല്ലാ കാലത്തും സഞ്ചരിക്കുന്നവരുണ്ട്. കോൺഗ്രസിലുണ്ടായിരുന്ന കാലം, പിന്നീട് DSയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം DSയിലേക്ക് വന്നവർ, അതിനുശേഷം ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇടതുപക്ഷത്തേക്ക് വന്നവർ. ഈ 40% അദ്ദേഹത്തിൻ്റെ സ്വന്തം വോട്ടാണ്. പക്ഷേ 60% വോട്ട് എന്ന് പറയുന്നത് അതിൽ മഹാഭൂരിപക്ഷവും ഇടതുമുന്നണിയുടെ വോട്ടാണ്. ചെറിയ സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ടും അതോടൊപ്പം തന്നെ കോൺഗ്രസ് വോട്ടും ഒക്കെ. ഉദാഹരണം പറഞ്ഞാൽ അമരമ്പലം പഞ്ചായത്ത് ഇടതുമുന്നണിയുടെ കോട്ടയാണ്. അവിടെ സ്വരാജിന് ലീഡ് കിട്ടിയില്ല എന്നോർക്കണം. ലീഡ് കിട്ടിയ കരുളായി പഞ്ചായത്ത് CPMൻ്റെ കോട്ടയാണ്. അവിടെ വെറും 128 വോട്ട് മാത്രമാണ്. ഒരു പഞ്ചായത്തിൽ മാത്രമാണ് ലീഡ് കിട്ടിയത്. 128 വോട്ട് മാത്രമാണ് അവിടെ ലീഡുണ്ടായത്. വലിയ വോട്ട് പ്രതീക്ഷിച്ചിരുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ അമ്പേ തകർന്നുപോയി LDF. എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളിൽ എല്ലാം ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്, CPM കേന്ദ്രങ്ങളിൽ വോട്ട് പിടിച്ചത് പി.വി. അൻവറാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഒന്നും കൂട്ടിയാൽ രണ്ടല്ല എന്ന്. ആ വാക്ക് കേൾക്കാം. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്, അവസാനത്തെ കണക്കെടുത്ത് നോക്ക്. അല്ല നോക്ക്, നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യും. തീരുമാനങ്ങൾ ശരിയായിരുന്നു, UDFന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന് കണക്കെടുത്ത് നോക്കുങ്ങൾ. ഇനി ശിക്കാരി ശംഭുവിൻ്റെ കഥയിലേക്ക് വരാം. ശിക്കാരി ശംഭു എങ്ങനെയാണ് നിലമ്പൂരിലേക്ക് എത്തുന്നത്? അത് എങ്ങനെയാണ് വി.ഡി. സതീശൻ്റെ തീരുമാനത്തിലേക്ക് എത്തുന്നത്? അത് പി.വി. അൻവറിലൂടെ തന്നെയാണ്. പി.വി. അൻവർ സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹം നിർബന്ധിക്കപ്പെടുന്നു. അതിന് UDFലെ ഘടകകക്ഷികളുടെ തീരുമാനവും വി.ഡി. സതീശൻ്റെ തീരുമാനവും ഒക്കെ നിർണായകമായിരുന്നു. വി.ഡി. സതീശനാണ് ഒരു തരത്തിലും പി.വി. അൻവർ UDFലേക്ക് വേണ്ട എന്ന തീരുമാനമെടുത്തത്. അദ്ദേഹം ഒറ്റയ്ക്കാണ് ആ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന് പിറകിൽ അണിനിരക്കേണ്ടി വന്നു. ആ തീരുമാനം മനസ്സില്ലാ മനസ്സോടെ അംഗീകരിക്കേണ്ടി വന്നു മുസ്ലിം ലീഗിനും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കും, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും. ആ തീരുമാനം എടുത്തത് ബോധപൂർവമാണോ? പി.വി. അൻവർ മത്സരിച്ചാൽ അത് UDFന് ഗുണം ചെയ്യും. എങ്ങനെ? LDF വോട്ടായിരിക്കും പിടിക്കുക പി.വി. അൻവർ എന്ന് നേരത്തെ കണക്ക് കൂട്ടി ബോധപൂർവം രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവയെ ഉപയോഗപ്പെടുത്തി പി.വി. അൻവറെ മത്സരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് കാര്യങ്ങൾ നീക്കിയതാണ് എങ്കിൽ സംശയം വേണ്ട, പ്രതിപക്ഷ നേതാവ് പുലിമുരുകൻ തന്നെയാണ്. അദ്ദേഹം ഹീറോ തന്നെയാണ്. അദ്ദേഹം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിലേക്ക് UDF നേതാക്കളെ, ഘടകകക്ഷി നേതാക്കളെ എല്ലാം എത്തിച്ചു. അതിന് എല്ലാ തന്ത്രവും പ്രയോഗിച്ചു. അതുകൊണ്ടാണോ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒന്നും കൂട്ടിയാൽ രണ്ടല്ല, നിങ്ങൾ വോട്ട് പരിശോധിക്കൂ, ആ തീരുമാനം ശരിയാണോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാം, കൃത്യമായി വിശകലനം ചെയ്യൂ എന്ന് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്. അത് പി.വി. അൻവർ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്, അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് വി.ഡി. സതീശൻ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം രാഷ്ട്രീയ തന്ത്രം അത് വളരെ പ്രസക്തമായിരുന്നു. ഒരു സംശയവും വേണ്ട. പി.വി. അൻവർ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് ജയിക്കില്ലായിരുന്നു. ഏകദേശം 10-16,000 വോട്ടുകൾ LDFൽ നിന്ന് പി.വി. അൻവറിലേക്ക് പോയത് ആര്യടൻ ഷൗക്കത്തിന് വലിയ രക്ഷയായി മാറിയിട്ടുണ്ട് എന്നത് സത്യമാണ്.
ഇനി അങ്ങനെയല്ല, ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയിൽ PV അൻവർ രൂക്ഷമായി വിമർശിക്കുന്നു PD സതീശനെ. PD സതീശൻ അതുകൊണ്ട് മാത്രം PV അൻവറെ അടുപ്പിക്കുന്നില്ല, UDF-ലേക്ക് അടുപ്പിക്കില്ല എന്ന ഒരൊറ്റ വാശിയിൽ അദ്ദേഹം നിൽക്കുന്നു. അതൊരു സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അവസാനം PV അൻവർ മത്സരിച്ചത് UDF-ന് ഗുണമായി മാറുന്നു, LDF-ന്റെ വോട്ട് ഭൂരിപക്ഷം പിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ക്രെഡിറ്റ് എടുക്കുന്ന VD സതീശൻ ഒരു ശിക്കാരി ശംഭുവാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ഇതിലേതാണ് എന്നത് 2 ദിവസം അല്ലെങ്കിൽ 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് എന്തെങ്കിലും സൂചനകൾ അത് സംബന്ധിച്ച് ലഭിക്കും. VD സതീശൻ പറയുന്നത് പോലെ UDF തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നടപ്പാക്കിയത്, ഞാൻ പറഞ്ഞത് എന്നാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. PV അൻവറെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കമാണ് ഞങ്ങൾ നടത്തിയത്, അത് UDF-ന് ഗുണം ചെയ്യും, PV അൻവർ LDF വോട്ടാണ് പിടിക്കുക എന്ന് നേരത്തെ മനസ്സിലാക്കി ഞങ്ങൾ കരുക്കൾ നീക്കിയതാണ് എന്ന് പറയണം ആര്? മുസ്ലിം ലീഗ് നേതാവ്, അതല്ലെങ്കിൽ UDF യോഗത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു നേതാവ്. അതല്ലെങ്കിൽ ഇത് ശിക്കാരി ശംഭുവിനെ പോലെ VD സതീശൻ കിട്ടിയതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയാണ് എന്ന് പറയേണ്ടി വരും. അല്ല, നേരത്തെ കണക്ക് കൂട്ടിയാണ് ഈ നീക്കത്തിലേക്ക് എത്തിയത്, PV അൻവറെ മത്സരിപ്പിച്ചത് എങ്കിൽ ആ രാഷ്ട്രീയ നീക്കം മനസ്സിൽ കണ്ട ആൾ, അത് ഒരു സംശയവും വേണ്ട, കേരളത്തിലെ നാളത്തെ പ്രധാന നേതാവായി വരേണ്ട ആൾ തന്നെയാണ്. VD സതീശനാണെങ്കിൽ VD സതീശൻ ഒരു സംശയവുമില്ലാതെ ഉറപ്പിച്ചു പറയാൻ കഴിയും അദ്ദേഹം UDF-ന്റെ ഹീറോ തന്നെയാണ് എന്ന്.